എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് വീണ്ടും ചെറുപയർ പരിപ്പ് കറി. അപ്പോൾ അത് നല്ല ചുമന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് ഒരു പരിപ്പ് കറി വയ്ക്കാം. അപ്പോൾ ഈ പരിപ്പ് കഴുകുന്നതിന് മുമ്പ് ഈ പരിപ്പൊന്ന് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് വറക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം വേണം ആ പരിപ്പ് കഴുകാൻ. ഈ അരപ്പങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ടു, 2-3 ഗാർലിക് ഇട്ടു. നമ്മുടെ എരി അനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ഇടാം. ഒരു 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നിടാം, ആവശ്യമുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതിൽ ചുമന്നുള്ളി ഇടുന്ന കാര്യം ഞാൻ കാണിച്ചെങ്കിലും ഞാൻ ഇട്ടില്ല. 2-3 ചുമന്നുള്ളിയും കൂടെ ഇട്ട് നമുക്ക് വേണം ഇത് അരപ്പരയ്ക്കാൻ. അതങ്ങ് വിട്ടുപോയി കേട്ടോ. ഞാൻ അരപ്പൗഡർ റെഡി ആയിട്ടിരിക്കട്ടെ. പരിപ്പ് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഈ പരിപ്പ് ഇപ്പം ഗോൾഡൻ യെല്ലോ കളറിലായി. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് വേണം ഇതൊന്ന് വാഷ് ചെയ്തിടാൻ. ഈ പരിപ്പിങ്ങനെ വറക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതൊക്കെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ടേസ്റ്റിനെ ബാധിക്കുമെന്ന് തോന്നുന്നു. കാര്യം ഇത് വല്യമ്മച്ചിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ലേശം പഴയ റെസിപ്പിയാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ പരിപ്പ് കറി പോലെ അല്ല, വറ്റൽമുളകൊക്കെ അരച്ച് അടിപൊളി ടേസ്റ്റാണിത്. തണുത്തതിന് ശേഷം വേണം കഴുകാൻ, അല്ലെങ്കിൽ കല്ലിച്ചു പോവും. ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഗുട്ടൻസ് ഇതാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് റെഡി ആയിട്ടിരിക്കുകയല്ലേ, അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇതിനകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ. അതിനുശേഷം ഞാൻ 1 കപ്പ് പരിപ്പാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനൊരു 3 കപ്പ് വെള്ളം, പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ അരപ്പിനകത്ത് തന്നെ മസാലയുടെ ഒരു കിട്ടത്തക്കവണ്ണം നമ്മൾ വേവിക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ആ പരിപ്പൊന്ന് വേകട്ടെ. ആ സമയത്തേക്ക് പിന്നെ നമുക്ക് ഒടുവിൽ ഇത് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതണം, ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അഭിപ്രായം എഴുതണം. അപ്പോൾ അതും റെഡിയായിട്ട് വെച്ചു. അതൊടുവിൽ നമുക്ക് കടുക് വറുത്തിടാനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രഷർ കുക്കറിനകത്തും വെക്കാം. ഞാൻ പിന്നെ അതങ്ങ് ഒരുപാട് സോഫ്റ്റായി പോകുന്ന കാരണം അങ്ങനെ ചെയ്യാറില്ല. തന്നെയല്ല, അങ്ങനെ വെന്ത് കലങ്ങി പോകാതിരിക്കാനാണ് നമ്മളതൊന്ന് ചെറുതായിട്ട് വറക്കുന്നത്. പരിപ്പ് വെന്തു. ഞാൻ ബാക്കിയിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് നമുക്കങ്ങ് ഒഴിക്കാം. ഇതതിൻ്റെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം. ഈ വറ്റൽമുളക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് വേറൊരു കളറ്. തന്നെയല്ല, വേറൊരു കളറ് മാത്രമല്ല, വേറൊരു തരം രുചിയുമാണിത്. ഓണത്തിന് എല്ലാവരും പരിപ്പ് കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു ദിവസമെങ്കിലും. ഇപ്പോൾ ഈ കറി റെഡിയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ കടുക് വറുത്ത് ചേർത്താൽ മതി. പാത്രം ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുമന്നുള്ളി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്ര ഇടണം നിർബന്ധമില്ല, 1-2 ഇട്ടാലും മതി. ഉള്ളി അങ്ങനെ ബ്രൗൺ കളറായി വരുന്ന ഉടനെ 1-2 വറ്റൽമുളക് ഇട്ടു, 2-3 കറിവേപ്പിലയും ഇട്ടു. തീ ഞാനങ്ങ് ഓഫ് ചെയ്യാണ്. ഒരു നുള്ള് കായം. അത് റെഡിയായി. നമുക്ക് ഈ കടുക് വറുത്ത് ഇനി ഈ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. കടുക് വറക്കുമ്പോൾ ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കേട്ടോ, ആരോഗ്യമൊക്കെ നോക്കി ഒഴിച്ചാൽ മതി. ഇതാ നമ്മുടെ പരിപ്പ് കറി നമ്മൾ കടുക് വറുത്തതിനകത്തോട്ടൊന്ന് ഒഴിച്ച് അതും കൂടെ നമുക്കങ്ങ് ഒഴിക്കാം. അതോടെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്രാവശ്യം ഓണത്തിന്. അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. നല്ല നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല പറ്റിയ പരിപ്പ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.